പ്രൈസ് ദി ലോർഡ്. പത്രോസിൻ്റെ ഒന്നാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ പുതിയ നിയമസഭയുടെ അനുഗ്രഹം ആത്മീകമാണ്, ഭൗതികമല്ല. അത് വിശ്വാസത്തിൽ സമ്പന്നതയാണ്, പ്രത്യാശയുടെ സമൃദ്ധിയാണ്, സന്തോഷ സമൃദ്ധിയാണ്, സകല വനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നതാകുന്നതാണ്, നീതിയുടെയും കൃപാദാനത്തിൻ്റെയും സമൃദ്ധിയാണ്. സ്വത്രം. അതാണ് പുതിയ നിയമം വിഭാവന ചെയ്യുന്നത്. കർത്താവ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത് അതാണ്. അതിനെ ആരും തിരുത്തി പഠിപ്പിക്കരുത്. നമ്മൾ ശാപഗ്രസ്തരാകാൻ അല്ലെങ്കിൽ നരകത്തിൽ പോയാൽ വേറെ വഴിയൊന്നും വേണ്ട. കർത്താവ് പറഞ്ഞ ഉപദേശത്തെ തിരിച്ചു പഠിപ്പിച്ചാൽ മതി, നേരെ നരകത്തിൽ പൊക്കോളും. സ്തോത്രം. അത് ഉള്ളതുപോലെ പഠിപ്പിക്കേ. മറിയ എന്താ പറഞ്ഞ കർത്താവിന് വീഞ്ഞു വീട്ടിൽ ചെന്നപ്പോൾ, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുവാൻ. അവിടെ വീഞ്ഞുണ്ടാക്കുന്ന കാര്യമല്ല, അത് ഓക്കെ. കർത്താവ് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യണം. കർത്താവിനെ നമ്മൾ ഫോളോ ചെയ്യണം. പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ, എൻ്റെ അനുകാരികളാകുവിൻ. ഒരുവർ എൻ്റെ പിന്നാലെ വരുവാനിച്ചാൽ തന്നെത്താൻ തേച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ക്രൂശ് കഷ്ടതയാണ് കാണിക്കുന്നത്, ഇടുക്ക് വഴിയാ തരുന്നത്. ക്രൂശ് വേണ്ട, കഷ്ടത വേണ്ട, ഇടുക്ക് വഴി വേണ്ട, സ്വർഗരാജ്യവും വേണ്ട എന്നാ. അത് വേണ്ടെങ്കിൽ സ്വർഗരാജ്യവും വേണ്ടെന്നേ. ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ഉപദേശത്തെ കോട്ടിക്കളയാൻ ഞങ്ങളെ സമ്മതിക്കത്തില്ല. ജീവൻ പോകേണ്ടി വന്നാലും, അല്ലെങ്കിൽ ആരെങ്കിലും തല്ലിക്കൊല്ലണം. ഹല്ലേലൂയ, സ്തോത്രം. അതുവരെയും പറയാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. വചനത്തെ കോട്ടിക്കളയാനും കൂട്ടിച്ചേർക്കാനും മറച്ചു കളയാനും സമ്മതിക്കത്തില്ല ഞങ്ങൾ. അങ്ങനെ ചെയ്താൽ അതിനെ തിരിച്ച് പ്രസംഗിക്കും. ഞങ്ങൾ പ്രസംഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോസ്തലന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ദുരുപദേഷ്ടക്കന്മാരുണ്ടായിരുന്നു എന്ന് പൗലോസ് പഠിപ്പിച്ചത് ഞാനിപ്പോൾ ഓർക്കാറുണ്ട്. അവർ ജീവിച്ചിരുന്ന കാലത്ത് വചനത്തെ കൂട്ടിക്കളയുന്നവരും കൂട്ടിച്ചേർക്കുന്നവരും ഉണ്ട്, മറിച്ച് കളയുന്നവരുണ്ട്, സനാതന സത്യങ്ങളെ തിരിച്ചു കളയുന്നവരുണ്ട്. ഇന്ന് അതേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ന്യൂനപക്ഷമേ ഉള്ളൂ ഈ പഥ്യവചനം പ്രസംഗിക്കാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ 9-ാം വാക്യം ഒന്നുകൂടി വായിച്ചേ. 1 പത്രോസ് 3:9. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, ആത്മീയമായി അനുഗ്രഹിക്കട്ടെ, ആത്മീയമായി ഉണർത്തട്ടെ, ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് വേണം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പറയാൻ. അല്ലാതെ വിസ തരട്ടെ, ജോലി തരട്ടെ, അത് തരട്ടെ, ഇത് തരട്ടെ, അതൊന്നുമല്ല. ഇപ്പം എല്ലാവരും തമ്മിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ തരുന്നത്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ ഉള്ളിൽ കിടക്കുന്ന ഭൗതികമാണ്. ഈ പുള്ളിയുടെ ഉള്ളിൽ കിടക്കുന്ന ഭൗതികം. അതുകൊണ്ട് അങ്ങനെ പറയുന്നേ. ഇനി അത് തിരിച്ചു പറയാൻ തുടങ്ങണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ നേരത്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ കർത്താവെ അവിടെ ദാസനും കുടുംബത്തിന് കർത്താവ് കൃപ കൊടുക്കട്ടെ എന്ന് പറഞ്ഞങ്ങ് പൊക്കോ. പണ്ടത്തെ ഭക്തന്മാർ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞൊരു വാക്കെന്താ? മാറാനാഥ. ഇവിടെ കർത്താവ് വേഗം വരുന്നു. ഈ മാറാനാഥ പോയിട്ടിപ്പോൾ നേരെ തല തിരിഞ്ഞ വാക്കുകളായില്ലേ? ദൈവം നിങ്ങളെ അങ്ങ് അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം ദൈവദാസനെ സകല അനുഗ്രഹത്താൽ നിറയ്ക്കട്ടെ. അതൊക്കെയാണ് ഉള്ളിൽ കിടക്കുന്നേ. അതങ്ങോട്ട് നിർത്തിയിട്ട് ഇങ്ങനെ പറയണം. എങ്ങനെ പറയണം? കർത്താവിൻ്റെ വരവിനുവേണ്ടി ഒരുങ്ങാൻ കർത്താവ് ദാസനെ കുടുംബമായി സഹായിക്കട്ടെ. അങ്ങനെ ആത്മീകമായ ഒരുക്കവും ആത്മീകമായ മുന്നേറ്റവും ആത്മീകമായ വളർച്ചയും ആത്മീകമായ വർധനവും ആത്മീകമായ നിറവും നമുക്കുണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ ഒപ്പം നമുക്കാവശ്യമായ ഭൗതിക നന്മകൾ ആവശ്യത്തിനുള്ളത് കർത്താവ് തരും. കൂടുതൽ തരത്തില്ല. കൂടുതൽ തന്നാൽ ദോഷമാണ്. കൂടുതൽ പ്രാപിച്ചവരൊക്കെയാണ് ഈ വിഡ്ഢിത്തങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. എങ്ങനെയും പോകാമെന്ന് പറ്റത്തില്ല. അപ്പോസ്തലന്മാർ പറഞ്ഞ ഉപദേശത്തെ ആരും കൂട്ടിക്കളയരുത്, കൂട്ടിച്ചേർക്കരുത്. അവർ പറഞ്ഞത് അങ്ങനെ തന്നെ പറയുക. അനുഗ്രഹം അനുഭവിക്കേണ്ടതിനെ വിളിക്കപ്പെട്ടു. ഏതനുഗ്രഹം? ആത്മീകമായ അനുഗ്രഹം. ആ വാക്യമാണ് എന്നെ ഇത്രയും കൊണ്ട് പറയിക്കാൻ ഇടയായി തീർന്നത്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോവുക. 10-ാമത്തെ വാക്യം. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ തൻ്റെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. അപ്പം ജീവനെ ആഗ്രഹിക്കുന്നു, നിത്യജീവൻ.
നിത്യജീവൻ ആഗ്രഹിക്കുന്നവൻ. ഓ, അല്ലാതെ എന്താ നമ്മൾ ആഗ്രഹിക്കുന്നത്? നിത്യജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ ദോഷമല്ല പറയുന്നത്. രാഷ്ട്രീയത്തിലേക്ക് പോകണമെന്നുള്ളത് ദോഷമാണ്. ലോകത്തിലെ മനുഷ്യൻ അണിഞ്ഞൊരുങ്ങുന്നത് പോലെ അണിഞ്ഞൊരുങ്ങണമെന്ന് പറയുന്നത് ദോഷമാണ്. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് വിഷയമല്ല. നമ്മുടെ ഉള്ളിൽ ഒരു ആത്മീക സൗന്ദര്യമുണ്ട്, അതാണ് ഏറ്റവും പ്രധാനം. ആത്മഫലങ്ങളാണ് പുതിയ നിയമസഭ അലങ്കരിക്കപ്പെടേണ്ടത്. കൃപാവരങ്ങളാണ് നമ്മൾക്ക് അലങ്കാര വസ്തു, അതാണ് ആഭരണം. ഹല്ലേലൂയ. വിവേകമുള്ള അധരം, പരിജ്ഞാനമുള്ള അധരം വിലയേറിയ ആഭരണമെന്ന് സോളമൻ പറഞ്ഞു. അത് പറഞ്ഞു വെച്ചിട്ടാണ് പുള്ളി പോയത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. അപ്പം എല്ലാവരെയും കാണാനായിട്ട് ദൈവത്തിന് വലിയ താല്പര്യമൊന്നുമില്ല. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലാണ് ഉള്ളത്. അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കാണ് തുറന്നിരിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവൃത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഏദൻ തോട്ടത്തിൽ മെഗാ ക്യാമറ കർത്താവ് വെച്ച് സ്തോത്രം ഇന്നേക്ക് വർഷങ്ങൾക്ക് മുൻപാണ്. ഏദൻ തോട്ടത്തിൽ തന്നെ സുമാർ 6000 വർഷങ്ങൾക്ക് മുമ്പ് ഏദൻ തോട്ടത്തിൽ കർത്താവ് ക്യാമറ വെച്ചിരുന്നു. ഇപ്പോഴല്ലേ നമ്മൾ വയ്ക്കാൻ തുടങ്ങിയത്? യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ആകാത്തവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്തിനാ? ശിക്ഷാവിധിയിൽ കൊണ്ടുവന്ന് അറിയത്തിൽ തള്ളിക്കളയാൻ. നല്ലവരായിട്ടുള്ളവർ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്തിനാ? നിത്യതയിലേക്ക് ചേർക്കപ്പെടാൻ, മഹാസന്തോഷത്തിലേക്ക് ചേർക്കപ്പെടാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വിഷയം നമ്മൾ മറന്നു പോകരുത്. ആകാത്തവരെയും നല്ലവരെയും ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അടുത്ത 13-ാമത്തെ വാക്യം, നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവർ ആകുന്നു എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നതാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളെനിക്ക് ദോഷം ചെയ്തു, നിങ്ങളെനിക്ക് ദോഷം ചെയ്തു, സഹോദരൻ നിങ്ങളെനിക്ക് ദോഷം ചെയ്തു. ഞാനും പറഞ്ഞിട്ടുണ്ടത്. ഈ പൊട്ടത്തരങ്ങൾ കാര്യം മനസ്സിലാക്കാതെ നമ്മൾ അതും ഇതൊക്കെ വിളിച്ച് പറയുകയല്ലേ. ഒരു മനുഷ്യനും നമുക്ക് ദോഷം ചെയ്യാൻ പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. വലിയ വലിയ പാസ്റ്റർമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പാസ്റ്റർ എനിക്കിട്ട് ദോഷം ചെയ്തു, ആ പാസ്റ്റർ എനിക്കിട്ട് പണിതു, ഈ പാസ്റ്റർ എനിക്കിട്ട് പണിതു. ലോകത്തിൻ്റെ ഭാഷ പറയുന്ന പാസ്റ്റർമാർ കഷ്ടം. ലോക മനുഷ്യർ പറയുന്ന പോലെ പറയുന്നവർ. നമുക്ക് ദോഷം ചെയ്യാൻ ആർക്കും കഴിയില്ല. നീ വ്യവസ്ഥ വിട്ട് കഴിയുമ്പോൾ ദോഷം ചെയ്യാനായിട്ട് പിശാചി തന്നെ ഉണ്ട് നിന്റെ പുറകെ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവർ എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നതാര്? ഇത് നന്മ ചെയ്യാൻ താല്പര്യമില്ല, പിന്നെ എന്ത് ചെയ്യും? ചെയ്യുന്ന മുഴുവൻ തിന്മയാണ്. അപ്പം തിന്മയ്ക്ക് തിന്മ തന്നെ തിരിച്ചടി കിട്ടുക, എന്നിട്ട് പലരുടെ മേലിൽ പഴിചാരുക. ഇന്ന് നിർത്തിക്കോണം ഇതൊക്കെ. ഞാൻ പത്രോസിൻ്റെ പ്രബോധനം എടുത്ത് പറയുക. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങളുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കലങ്ങുകയും വരുത്. അപ്പോൾ നീതി നിമിത്തം നീ ഒരു നല്ല കാര്യം ചെയ്തു, വചനവസ്തുപ്രകാരം ജീവിച്ചു, നീതിയോടെ പ്രവർത്തിച്ചു, നീതിയോടെ ഇടപെട്ടു. അങ്ങനെ വന്നപ്പോൾ അത് ദോഷമായി പലരും നമുക്കെതിരെ ചെയ്യാനിടയായി. അങ്ങനെ വന്നാൽ നമ്മൾ ഭാഗ്യവാന്മാരെന്നാണ് പറയുന്നത്. കർത്താവ് ഈ ഭൂമിയിൽ വന്ന് എന്ത് അനീതിയാണ് ചെയ്തത്? ഒരു ദോഷവും ചെയ്തില്ല. മനുഷ്യനെ വീണ്ടെടുക്കാൻ വന്നു, രക്ഷിക്കാൻ വന്നു. കർത്താവ് മരിച്ച് കല്ലറയിൽ ഇരിക്കുമ്പോൾ തന്നെ പരീശന്മാർ പറഞ്ഞൊരു വാക്ക് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. സ്തോത്രം. അവൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ആ ചതിയൻ
ആ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ ചതിയൻ യഹൂദന്മാരെ എന്ത് ചതിച്ചു? മറ്റാരെങ്കിലും എന്തെങ്കിലും ചതിച്ചു? ഒന്നും ചതിച്ചിട്ടില്ല. സ്തോത്രം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? സ്തോത്രം. നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരാകുന്നു എങ്കിൽ, നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവനാരെ? നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവൻ നീതി ചെയ്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് കഷ്ടം സഹിക്കുന്നതാണ് ഭാഗ്യാവസ്ഥ. ഇന്നിപ്പോൾ അതൊക്കെ മാഞ്ഞുപോയി. അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ. നീതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിലാണ് പത്രോസ് പെടുത്തിയിരിക്കുന്നത്. അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയോടും ഭയത്തോടും ഭയഭക്തി പൂണ്ടും പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. സ്വത്രം. അപ്പോൾ നമ്മോട് ആരോടെങ്കിലും ഏതെങ്കിലും നിലയിൽ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചോ പ്രത്യാശയത്തെക്കുറിച്ചോ ആത്മീയ നിലവാരത്തെക്കുറിച്ച് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? സൗമ്യതയോടും ഭയത്തോടും ഭയഭക്തിയോടും കൂടെ പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. അവരെ കടിച്ചു കീറാനല്ല, സൗമ്യതയോടെ ഭയപ്പാടോടുകൂടെ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിരീശ്വരവാദി അല്ലെങ്കിൽ മറ്റൊരു മതസ്ഥൻ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ശാന്തമായിട്ട് അവരോട് ഇടപെടാനുള്ള ആർജവം നമ്മൾ പ്രാപിച്ചെടുക്കണം. അതൊരു ദൈവകൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദൂഷിക്കുന്നവർ നിങ്ങളെ പകച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസ്സാക്ഷിയുള്ളവരായിരിക്കും. ഒരു വല്ലാത്ത പ്രസ്താവനയാണ്. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ, അവൻ നിങ്ങൾ നന്നായിട്ട് നടക്കുമ്പോൾ നിങ്ങളെ ആരെങ്കിലും ദുഷിച്ചാൽ അവൻ ലജ്ജിച്ചു പോകണം. നമ്മൾ വളഞ്ഞ വഴി പോയാൽ അത് നടക്കത്തില്ല. നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പോകുമ്പോൾ ഒരാളെ നമ്മളെക്കുറിച്ച് മോശമായിട്ട് ചിത്രീകരിക്കുകയോ കള്ളത്തരം പറയുകയോ അതേ പറഞ്ഞാൽ എന്തു ചെയ്യണം? അവർ ലജ്ജിച്ചു പോകണമെന്ന പത്രോസ് പറയുന്നതിൻ്റെ ഉദ്ദേശം. ഒരു ഭയങ്കര പ്രയോഗമാണത്. നിങ്ങളുടെ നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കണം. അയ്യോ, ഞാൻ ആ വ്യക്തിയെ അങ്ങനെ പറഞ്ഞുപോയി. അയ്യോ, ഞാൻ ആ വ്യക്തിയെ തെറ്റായ നിലയിൽ ചിന്തിച്ച് പറഞ്ഞുപോയി. അയ്യോ, ഞാൻ ആ വ്യക്തിയെ തെറ്റിദ്ധരിച്ചു പോയി. ആ വ്യക്തി അങ്ങനെയുള്ള ആളല്ല എന്ന് പറയണമെന്നാണ് പത്രോസ് പറയുന്നത്. പക്ഷെ പത്രോസ് പറയുന്നതിന് ഒരു വിലയില്ല. കാരണം ഇന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ പറയുന്നതിൽ 100 കാരണങ്ങൾ കാണും. ഒരു സുവിശേഷകനെ കുറിച്ചോ ഒരു പാസ്റ്ററെക്കുറിച്ചോ ഒരു വ്യക്തിയെക്കുറിച്ചോ ആരെങ്കിലും തെറ്റ് പറഞ്ഞാൽ അത് അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിച്ചാൽ ആ പറഞ്ഞതിനേക്കാളും കണ്ടെയ്നർ കണക്കിന് തെറ്റ് ആ പുള്ളി കാണും. അതാ ഇപ്പോൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ പത്രോസിൻ്റെ പ്രസ്താവന വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളെ ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസ്സാക്ഷിയുള്ളവരായിരിക്കും. ഒരു വലിയ സബ്ജക്റ്റാണ് പത്രോസ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. മനസ്സാക്ഷിയുള്ളവരായിരിക്കുക. നല്ല മനസ്സാക്ഷി. നല്ല മനസ്സാക്ഷിയുള്ള ഭക്തന്മാരായിരിക്കാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പൗലോസിൻ്റെ ഒരു പ്രസ്താവന പ്രവൃത്തി പുസ്തകം 23-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ പൗലോസിൻ്റെ ഒരു പ്രസ്താവന നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 23-ാമത്തെ വാക്യം, പ്രവൃത്തി പുസ്തകം 23-ന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. പ്രവൃത്തി 23-ന്റെ 1. ഹല്ലേലൂയ. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസ്സാക്ഷിയോടുകൂടെ ദൈവത്തിൻ്റെ മുൻപാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി.
പൗലൂസിനെ എങ്ങോട്ട് കൊണ്ടുപോകുന്ന പോക്കാ? റോമയിലേക്ക് കൊണ്ടുപോകുന്ന, തടവുകാരനായിട്ട് കൊണ്ടുപോകുന്ന ഭാഗമായത്. അതിൻ്റെ 22-30 വാക്യം ഞാൻ വായിക്കാം. പിറ്റേന്ന് യഹൂദന്മാർ പൗലൂസിൻ്റെ മേൽ ചുമത്തുന്ന കുറ്റത്തിൻ്റെ സൂക്ഷ്മം അറിവാൻ ഇച്ഛിച്ചിട്ട് അവൻ മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും കൂടി വരുവാൻ കൽപ്പിച്ചു. അവനെ കെട്ടഴിച്ച്, അപ്പോൾ പൗലൂസിനെ കൈ കെട്ടിക്കൊണ്ടു പോവുക. സുവിശേഷ നിമിത്തം ബന്ധനത്തിലാണ് പൗലൂസ്. കെട്ടടിച്ച് താഴെ കൊണ്ടുവന്ന് അവരുടെ മുമ്പാകെ നിർത്തി. ആരുടെ മുമ്പാകെ? മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെ നിൽക്കുമ്പോൾ, ന്യായപ്രമാണത്തിൻ്റെ കരുത്തന്മാരായ സാരഥികൾ, ശക്തന്മാരായിട്ടുള്ളവർ, ശാസ്ത്രിമാരും പരീശന്മാരും എന്ന് വേണ്ട ന്യായപ്രമാണത്തിൻ്റെ മുഖ്യന്മാർ നിൽക്കുന്ന സമയത്ത് സുവിശേഷം പറയുന്ന പാസ്റ്റർ പൗലൂസിനെ കൈകൾ ബന്ധിച്ച് കൊണ്ടുപോകുന്ന വേളയിൽ അവരുടെ മുൻപാകെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ പൗലൂസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസ്സാക്ഷിയോടുകൂടെ ദൈവത്തിൻ്റെ മുൻപാകെ നടന്നിരിക്കുന്നുവെന്ന് പ്രാഗൽഭ്യത്തോട് പറയുന്ന ഒരു പൗലൂസിനെ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ പൗലൂസുമാരുടെ ഗതികെട്ട അവസ്ഥ കണ്ട് നമ്മൾ തല കുനിക്കേണ്ടിയിരിക്കുന്നു. സുവിശേഷത്തെ എതിർക്കുന്നവരുടെ മുമ്പിൽ ഇതുപോലെ പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റുന്ന എത്ര പൗലൂസുമാരുണ്ട്, പാസ്റ്റർമാരുണ്ട്, സുവിശേഷകന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ടെന്ന് അവരവർ തന്നെ വിലയിരുത്തട്ടെ. അത് മാത്രമോ, പ്രവൃത്തി പുസ്തകം 24-16 വാക്യം കൂടി വായിച്ചേ. 24-16. നല്ല മനസ്സാക്ഷി എന്നുള്ളൊരു വിഷയമാണ് കേട്ടോ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത്. നല്ല മനസ്സാക്ഷി. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോട് കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. പൗലൂസിൻ്റെ വിജയം അതാ. പൗലൂസിൻ്റെ, പത്രോസിൻ്റെ, യോഹന്നാൻ്റെ, കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ വിജയം അതാ. എപ്പോഴും ഒരു കുറ്റമറ്റ മനസ്സാക്ഷി അവർ കാത്തു സൂക്ഷിക്കുക. ഉള്ള കണ്ട തരികളെ മുഴുവൻ കാണിച്ച്, ഇല്ലാത്ത കുന്നായ്മകൾ മുഴുവൻ ഇടപെട്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല മനസ്സാക്ഷിയെ വികൃതമാക്കി മലിനമാക്കി പോകുന്ന ഒരു വലിയ സമൂഹമായി ഇന്നത്തെ ക്രൈസ്തവ കോളം അധപ്പതിച്ചു പോയെന്ന് പറഞ്ഞാൽ 100% ശരിയാണ്. വേലക്കാരവരവരെ തന്നെ ചിന്തിക്കട്ടെ. അത് പൈസയ്ക്ക് വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത്, സ്തോത്രാഴ്ച കൂടാൻ വേണ്ടി എന്തൊക്കെ തരികിടകളാണ് കാട്ടിക്കൂട്ടുന്നത്. സുവിശേഷ വിരോധികളുടെ മുമ്പിലാണ് പൗലോസ് പറയുന്നത്, കേവലം നല്ല മനസ്സാക്ഷിയോടുകൂടി ഞാൻ നടന്നിരിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, എനിക്ക് ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസ്സാക്ഷി ഉണ്ടായിരിക്കാൻ എപ്പോഴും ഞാൻ ശ്രമിക്കുന്നു. അതാണ് നമുക്ക് വേണ്ടത്. ദൈവത്തോടും കുറ്റമറ്റ മനസ്സാക്ഷി, മനുഷ്യനോടും കുറ്റമറ്റ മനസ്സാക്ഷി. അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. ചിലർ ദൈവത്തോട് സൂക്ഷിക്കും, മനുഷ്യരോട് കാണത്തില്ല. ചിലർ മനുഷ്യരോട് സൂക്ഷിക്കും, ദൈവത്തോട് കാണത്തില്ല. ഇത് രണ്ടും പ്രാധാന്യമാണ് പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് തരുന്ന ഈ പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പഠനം. നല്ല മനസ്സാക്ഷിയുള്ളവരായിരിക്കുക, ദൈവത്തോടും മനുഷ്യരോടും ഒരു കുറ്റമറ്റ മനസ്സാക്ഷി. 1 തീമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം. ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്നൊരു സ്നേഹമാണ് നമുക്ക് വേണ്ടത്. ചുമ്മാ കുറേ സ്നേഹിച്ചുകൊണ്ടൊന്നും കഥയില്ല. നല്ല മനസ്സാക്ഷിയുള്ള സ്നേഹം, ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ള സ്നേഹം. 1 ശമൂവേൽ 24-ന്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാമോ? ശമൂവേലിൻ്റെ പുസ്തകം 1 ശമൂവേൽ 24-ന്റെ 5. 1 ശമൂവേൽ 24-ന്റെ 5-ാം വാക്യത്തിൽ അവിടെ 24-ന്റെ 5-ാം വാക്യം. ശൗലിൻ്റെ വസ്ത്രാംഗം മുറിച്ചു കളഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിൻ്റെ മനസ്സാക്ഷി കുത്തിത്തുടങ്ങി. സ്വത്രം 1 ശമൂവേൽ 24-ന്റെ 5 ആ വാക്യം.
ശൗൽ ദാവീദിനെ തേടി നടക്കുക, ദാവീദ് ശൗലിനെ ഭയപ്പെട്ട് നടക്കുക. എന്നാൽ ഒരു സ്ഥലത്ത് വെച്ച് ശൗലിൻ്റെ മുൻപാകെ ദാവീദിൻ്റെ മുൻപാകെ ശൗലിനെ കിട്ടി. യാതൊന്നും ഉപദ്രവിച്ചില്ല, ദ്രോഹമൊന്നും ചെയ്തില്ല. പക്ഷെ ഞാൻ ആ ഗുഹയിൽ അവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഞാൻ നിന്നെ കണ്ടു, നിൻ്റെ അടുക്കൽ വന്നു, നിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം പോവുകയാണ്. വന്നെന്നുള്ള തെളിവിന് വേണ്ടി ഒരു വസ്ത്രത്തിൻ്റെ അഗ്രം മുറിച്ചെടുത്തു. ഒരു വലിയ സംഭവമായത്. ഇതിൽ നിന്നൊരു ബുദ്ധി ഉപദേശം നമുക്ക് എടുക്കാനുള്ളത്, ശൗലിനെ, ദാവീദിനെ കൊല്ലാൻ നടന്ന ശൗലിൻ്റെ വസ്ത്രാംഗം മുറിച്ചെടുത്തിട്ട് പോലും ദാവീദിൻ്റെ മനസാക്ഷി എന്ത് ചെയ്തു? കുത്തിത്തുടങ്ങി. ദാവീദിനൊരു നല്ല മനസാക്ഷി ഉണ്ടെന്നുള്ളതാണ് ഈ വചനഭാഗത്ത് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ദാവീദിൻ്റെ സിംഹാസനത്തിലാണ് യേശുക്രിസ്തു 1000 ആണ്ട് വസിക്കാനായിട്ട് വരുന്നത്, വാഴാനായിട്ട് വരുന്നത്. ആ ദാവീദിൻ്റെ നല്ല മനസാക്ഷി, നാഥാൻ പ്രവാചകൻ വന്ന് തെറ്റുകളെക്കുറിച്ച് ബോധ്യപ്പെട്ടപ്പോൾ ആ പ്രവാചക ശബ്ദത്തിൻ്റെ മുൻപാകെ കീഴ്പ്പെട്ട് കരയുവാനും വിലപിക്കുവാനും കഴിഞ്ഞു. അതാ ദാവീദിൻ്റെ ക്വാളിറ്റി. നമ്മളിതൊന്ന് മനസ്സിലാക്കണം. മനസാക്ഷി കുത്തിത്തുടങ്ങി, അയ്യോ ഞാൻ അദ്ദേഹത്തിൻ്റെ വസ്ത്രാംഗം മുറിച്ചെടുത്ത് പോയല്ലോ എന്ന്. ഇന്ന് എന്തൊക്കെ ചെയ്തിട്ടും ഒരു ഉളുപ്പുമില്ലാത്ത എത്രയോ പേര് നമ്മുടെ ആത്മീക ഗോളത്തിൽ കിടന്ന് വിലസുന്നു. പ്രിയമുള്ളവരെ, എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടും, എന്തൊക്കെ അതിക്രമം ചെയ്തിട്ടും, കോഴ മേടിച്ചിട്ടും, കൈക്കൂലി മേടിച്ചിട്ടും, പ്രസിഡന്റ് സ്ഥാനത്തേക്കും സെക്രട്ടറി സ്ഥാനത്തേക്കും എന്ന് വേണ്ട ഇല്ലാത്ത കോലാഹലങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടും മനസാക്ഷിക്ക് ഒരു കുത്തുമില്ലാത്ത എത്രയോ ഭക്തന്മാരുള്ള ഒരു ആത്മീയ ഗോളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ഉപദേശം നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. നമ്മളെ മനസാക്ഷിയെ നന്നായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളിൽ നിക്ഷിപ്തമാണെന്ന് ഈ വചനഭാഗത്തിലൂടെ നമ്മൾ ഒന്ന് പഠിച്ചെടുക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 1 തിമോഥെയോസ് 1:18 മുതൽ 20 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചേ. 1 തിമോഥെയോസ് 1:18 മുതൽ 20 വരെ. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ആ ആ നിനക്ക് കേൾപ്പിച്ചു തരുന്നു. നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുമുള്ളവനായി അവയനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. പൗലൂസ് പറയുന്നൊരു പ്രസ്താവനയാണ്. നല്ല മനസ്സാക്ഷിയുള്ളവനായി ജീവിക്കാൻ പറയുക. ഇന്നത്തെ പാസ്റ്റർമാർ അവരുടെ കൂട്ടുവിശ്വാസികളോട് പറയണം, നല്ല മനസ്സാക്ഷിയുള്ളവരായിട്ട് ജീവിക്കാൻ പറയുക. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മനസ്സാക്ഷി കാത്തു സൂക്ഷിക്കുക. വായിച്ചേ. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞു, അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവമക്കളെ, ഏറ്റവും ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. സത്യത്തിൽ ഈ വാചകം വായിച്ചപ്പോൾ എനിക്ക് തന്നെ പേടിയാകുക. മനസ്സാക്ഷി മലിനമായാൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാം. ആൾക്കാർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. ഏത് നിലയിലുള്ള ദുഷ്ടപ്രവൃത്തി ചെയ്യുന്നതിന് ആർക്കും ഒരു ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. സ്തോത്രം. എന്നാൽ ഇവിടെ പൗലൂസ് പറയുന്നത്, മകനെ തിമോഥെയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിന്നെ ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ഉപദേശം തിമോഥെയോസിനെ വരവേൽപ്പിക്കുന്ന കാര്യമായത്. പൗലൂസ് മരിക്കുന്നതിന് മുൻപ് നിജപുത്രനായ തിമോഥെയോസിന് ഈ പഥ്യോപദേശം വരമേൽപ്പിച്ചു കൊടുത്തിട്ട് താൻ മുമ്പോട്ടുള്ള ശുശ്രൂഷയിൽ എന്ത് ചെയ്യണമെന്ന് പൗലൂസ് തിമോഥെയോസിന് കൊടുക്കുന്നൊരു പ്രബോധനമാണ് ഈ 1 തിമോഥെയോസ് 1:18, 19, 20 വാക്യങ്ങൾ. മകനെ തിമോഥെയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു.
നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുമുള്ളവനായി അവയനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനോസും അലക്സണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പം നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞപ്പോൾ ആരുടെ കൂടെ ആയി ഈ പ്രിയപ്പെട്ടവർ? സാത്താൻ്റെ കൂടെയായി. അനന്യാസും സബീറയും നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞപ്പോൾ എന്താ പറ്റി? തട്ടിപ്പോയി. അതിനല്ലേ പഠിക്കുന്നേ? പത്രോസിൻ്റെ മുൻപാകെ ഇത്രയ്ക്കോ നിലമിട്ടെന്ന് ചോദിക്കുമ്പോൾ മലിനമായ മനസ്സാക്ഷിയോടുള്ള മറുപടി അവളുടെ ജീവൻ എടുക്കാനിടയായിത്തീർന്നു. രണ്ടുപേരും നശിച്ചു പോയി. അവൾ ചിന്തിച്ചോണം, മനസ്സാക്ഷി നഷ്ടപ്പെട്ടിട്ടും ഒരു കുഴപ്പമില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളൊരു ദൂത്, നിങ്ങൾ ആത്മീയമായി ചത്തിരിക്കുക. ഇനി നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം കൊണ്ടൊന്ന് കുഴിച്ചിട്ടാൽ മതി, നിങ്ങളെപ്പോൾ നരകത്തിൽ പോയി ചോദിച്ചിട്ടാൽ മതി. നല്ല മനസ്സാക്ഷി നഷ്ടപ്പെട്ടാൽ നമ്മുടെ ആത്മീയ അനുഭവങ്ങൾക്ക് ക്ഷതം സംഭവിക്കും. അതാണ് ഹുമനോസും അലക്സണ്ടറിനും സംഭവിച്ചത്. പൗലോസ് അവരെ സാത്താനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്നിപ്പോൾ സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കാൻ ആരും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മനസ്സാക്ഷി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സാത്താൻ അവരെ കൊണ്ടങ്ങ് പൊക്കോളും. പിന്നെ പ്രവചനം നടക്കും, പ്രസംഗം നടക്കും, ക്രൂസുകൾ വീട്ടിൽ പ്രസംഗിക്കും, ശുശ്രൂഷകൾ നടക്കും, വലിയ സെമിനാർ നടത്തും, വലിയ വലിയ പ്രോഗ്രാമൊക്കെ അവർ നടത്തും. പക്ഷേ മനസ്സാക്ഷി മലിനമായ അവസ്ഥയിൽ അവരായിരിക്കും. അവരെ കൊണ്ട് യാതൊരു പ്രയോജനവും ആർക്കും കാണുകയില്ലെന്ന് ദൈവമക്കളെ നന്നായിട്ട് മനസ്സിലാക്കി. ഈ ഭാഗം പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് പേടി വരിക ചെയ്യും. എങ്ങനെ പേടിക്കാതിരിക്കുക? അതുപോലുള്ളൊരു വിഷയമല്ലേ ഇത്? മനസ്സാക്ഷി മലിനമായവരെ സാത്താൻ്റെ കയ്യിൽ പൗലോസ് ഏൽപ്പിച്ചു കൊടുത്തെന്ന്. ഇന്ന് നമ്മുടെ ആത്മീയ ഗോളത്തിൽ മനസ്സാക്ഷി മലിനമായൊരു എത്രയോ പേര് കിടപ്പുണ്ട്. സ്തോത്രം, സ്തോത്രം. രണ്ട് തിമോഥെയോസ് 1:4 ഒന്ന് വായിച്ചേ. 2 തിമോഥെയോസ് 1:4. 2 വാക്യങ്ങൾ കൂടി വായിക്കേണ്ടത് ആവശ്യം ഈ ഭാഗം തെളിയിക്കാനായിട്ട്. 2 തിമോഥെയോസ് 1:4. തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. അപ്പോൾ നിർമ്മല മനസ്സാക്ഷിയോടെ ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. നിർമ്മല മനസ്സാക്ഷിയോടെ ദൈവത്തെ ആരാധിക്കണം. മനസ്സാക്ഷി മലിനമായാൽ ഒരു ഗുണവുമില്ല. അതുകൊണ്ട് നിർമ്മല മനസ്സാക്ഷിയോടെ ദൈവത്തെ ആരാധിക്കണമെന്ന് ആ ഭാഗം പഠിപ്പിക്കുന്നത്. സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 1:12. അവിടെ നിന്ന് വാക്യങ്ങൾ വായിച്ചേ. 2 കൊരിന്ത്യർ 1:12. ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ നിങ്ങളോട് ജഡജ്ഞാനത്തിലല്ല ദൈവകൃപയിലത്രേ ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു എന്ന് ഞങ്ങളുടെ മനസ്സാക്ഷിയുടെ സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസ. മതി. മനസ്സാക്ഷിയുടെ സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസ. ഞങ്ങളെങ്ങനെ ഇടപെട്ടു? നിർമ്മലതയോടും എങ്ങനെ ഇടപെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്? വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു. ഈ വിശുദ്ധിയും നിർമ്മലതയ്ക്കുന്ന ആത്മീയ കൊള്ളത്തിൽ സാധനമുണ്ടോ? ഉള്ള കണ്ട അശുദ്ധി മുഴുവൻ കിടന്ന് തലകുത്തി മറിഞ്ഞിട്ട് ഉള്ള ഭയങ്കര പ്രസംഗം. ഒരല്പം കുറച്ച് പ്രസംഗിച്ചാലും മതി. വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിച്ചുകൊണ്ടായിരിക്കണം നമ്മളിതൊക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല. തീത്തോസിൻ്റെ ലേഖനം 1:15-16 എന്താ എഴുതിയിരിക്കുന്നത്? അവിടെ ഒന്ന് വായിച്ചേ. മനസ്സാക്ഷിയെക്കുറിച്ച് പറയുമ്പോൾ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 15-16 വാക്യങ്ങൾ. തീത്തോസ് 1:15-16. മലിനന്മാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല. അവരുടെ ചിത്തവും മനസ്സാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു.
അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. ആരാ? മനസാക്ഷി മലിനമായവർ. മനസാക്ഷി മലിനമായവർ പ്രവൃത്തികളാൽ ദൈവത്തെ എന്ത് ചെയ്യുന്നു? നിഷേധിക്കുന്നു. ജീവിതവും പ്രവൃത്തി ഒരുപോലെ കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് വേറെ വല്ല പണിക്ക് പോകണതിന്. കടിച്ചു തൂങ്ങി കിടക്കരുത്. മനസാക്ഷി മലിനമായ സാത്താൻ കയറി പിടിക്കും. ഉപനേശം അലസന്തറിനെയും സാത്താൻ പിടിച്ചു. സാത്താൻ്റെ കയ്യിലോട്ട് പൗലോസ് ഏൽപ്പിച്ചു കൊടുത്തു. അനന്യാസി സബീറിനെയും പത്രോസ് ഏൽപ്പിച്ചു കൊടുത്തു സാത്താൻ്റെ കയ്യിലേക്ക്. കാരണം എന്താ? മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് പ്രസ്താവന പറഞ്ഞു. ഇന്ന് മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുന്നു. അപ്പോൾ അവർ വിചാരിക്കണം ആരും ഒന്നും കണ്ടിട്ടില്ല, പാസ് അറിഞ്ഞില്ല, അവരറിഞ്ഞില്ല, ഇവരറിഞ്ഞില്ല. അറിയേണ്ടവൻ അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രക്ഷയുടെ, നമ്മുടെ ആത്മരക്ഷയെ ബാധിക്കുന്ന ഒരു ഗുരുതരമായ വിഷയമാണ് ഈ മനസാക്ഷിയുടെ നിർമ്മലതയെന്ന് ദൈവമക്കൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. പത്രോസിൻ്റെ അടുത്ത വാക്യം വായിച്ച നിങ്ങൾ